CPI പാർട്ടി കോൺഗ്രസിൽ ഫലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ സമ്മേളനവും നടന്നു. ഫലസ്തീൻ ക്യൂബ അംബാസിഡർമാർ പങ്കെടുത്തു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ പുരോഗമിക്കുകയാണ്. ആ പാർട്ടി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസത്തിൽ പ്രതിനിധി സമ്മേളനങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഫലസ്തീനും ക്യൂബക്കുമുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യൂബൻ അംബാസിഡറാണ് ഇപ്പോൾ ഈ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫലസ്തീൻ അംബാസിഡറെയും നമുക്ക് ഈ വേദിയിൽ കാണാം. ഇരുവരും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ചുള്ള ഒരു വിശദമായ വിശദീകരണം തന്നെ ഈ വേദിയിൽ ഫലസ്തീൻ അംബാസിഡർ നടത്തുകയാണ് ഉണ്ടായത്. ഗസയുടെ മണ്ണ് അല്ലെങ്കിൽ ഫലസ്തീനുകളുടെ മണ്ണ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. ഒരു കാലത്ത് ഫലസ്തീനോടും ഒപ്പം നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ആ ഇന്ത്യയുടെ പിന്തുണ ഇപ്പോഴും തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി ഫലസ്തീൻ അംബാസിഡർ പറയുകയുണ്ടായി. വലിയ ജനങ്ങൾ ഈ ഫലസ്തീൻ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യൂബൻ ജനതയ്ക്കുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനവും ഒരുമിച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിഡൽ കാസ്ട്രോ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വേദിയിൽ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമുക്ക് കാണാം. ക്യൂബയുടെയും അതോടൊപ്പം തന്നെ ഫലസ്തീന്റെയും എല്ലാം ടീഷർട്ടുകൾ ഏന്തിക്കൊണ്ടാണ് ഈ സ്റ്റേജിന്റെ മുൻവശത്ത് ഇപ്പോൾ നിന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫലസ്തീൻ അംബാസിഡറും ഫലസ്തീന്റെ പതാക തോളിലണിഞ്ഞുകൊണ്ടാണ് ഫലസ്തീൻ അംബാസിഡറും വേദിയിലിരിക്കുന്നത്. കുറഞ്ഞ ഒരു വേദിയിലാണ് ഈ ഫലസ്തീൻ ക്യൂബ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ, ഈ ആൾക്കൂട്ടം തങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായിട്ടും ഫലസ്തീൻ അംബാസിഡർ പറയുകയുണ്ടായി. ഈ പ്രതീക്ഷയാണ്, ഈ ആൾക്കൂട്ടമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. തങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം എന്താണെന്ന് ഈ ആൾക്കൂട്ടം മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത, പ്രത്യേകിച്ച് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഏകപക്ഷീയമായിട്ടാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീനിൽ നടക്കുന്നതെന്ന് പല മാധ്യമങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഫലസ്തീൻ അംബാസിഡർ ഈ വേദിയിൽ പറയുകയുണ്ടായി.